ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ചില പ്രത്യേക കോമ്പിനേഷൻ ചില വ്യക്തികളിൽ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അതിലൊന്നാണ് ഇടിവെട്ട് വസ്ത്രം, വടിവത്ത ശരീരം, എന്നാൽ തറ ചിന്താഗതി. ആദ്യത്തെ രണ്ട് നല്ലതാണ്. മൂന്നാമത്തേത് ആദ്യത്തെ രണ്ടിൻ്റെ ഗുണം കളയും. ഒരു തറ ചിന്താഗതി അതല്ല നമുക്ക് വേണ്ടത്. ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല, തങ്കപ്പെട്ട മനുഷ്യനാണ്, കുടിച്ചാൽ തനിത്തറ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ചില കോമ്പിനേഷൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുക, ഉയർന്ന് ചിന്തിക്കുക, ഉന്നതമായ കാര്യങ്ങൾ ചിന്തിക്കുക, ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമയായിട്ട് മാറുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ശരിക്കും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നതിനാണോ പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്? ഒരു ഭർത്താവ് സൂചിപ്പിച്ചൊരു കാര്യമാണ്, എൻ്റെ ഭാര്യ കാര്യം കാണാൻ മടിക്കുക, പക്ഷേ അവൾ വാ തുറന്ന് എല്ലാം പോവും. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, ഈ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വൃത്തികെട്ട പാത്രത്തിൽ വിളമ്പി കൊടുക്കും പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് അധ്വാനിക്കും, പക്ഷെ അവസാനം ഇതെല്ലാം ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം, ഒരു കമൻറ്റ് കൊണ്ടായിരിക്കാം, അതെല്ലാം നശിപ്പിക്കും. അങ്ങനെ ഒരു കോമ്പിനേഷൻ അല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമുക്ക് തരുന്നൊരു നിർദ്ദേശമുണ്ട്, സുപ്രധാനമായവ അപ്രധാനമാക്കരുത്. പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം, അപ്രധാനമായ കാര്യങ്ങൾ അപ്രധാനമായിട്ട് കാണണം. അതിനുള്ള വിവേകം ഇല്ലെങ്കിൽ ഒരുപാട് ശുദ്ധ മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ വായിക്കുമ്പോൾ സുപ്രധാന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും മുഴു ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സുപ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിൽ ബാക്കി എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാ ഗലാത്യർ 5:14 വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഇതിലുണ്ട് 10 കൽപ്പനകളും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ 10 കൽപ്പനകളും നിങ്ങൾ പാലിക്കുന്നവരായി മാറുന്നു എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഗലാത്യർ 6:15 വായിക്കുമ്പോൾ മറ്റൊരു സന്ദേശം അവിടെയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ പരിച്ഛേദനം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യും, അതിലല്ല കാര്യം, പുതിയ സൃഷ്ടിയാവുക. പരിച്ഛേദനം സ്വീകരിക്കാത്തവർക്കും പുതിയ സൃഷ്ടിയാവാം, പരിച്ഛേദനം സ്വീകരിച്ചവർക്ക് പുതിയ സൃഷ്ടി ആവാതിരിക്കാൻ പറ്റും. പ്രധാനപ്പെട്ടത് പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് എന്ന് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. ഗലാത്യർ 5:6 വചനം കൂടി എടുത്താലോ, അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. അതാണ് നിനക്ക് വേണ്ടത്. പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം അതാണ്, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ ഒരു വിശ്വാസം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താണോ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകാറുള്ളത്? മത്തായി 6:25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വസ്ത്രത്തെക്കാൾ ശരീരം പ്രധാനപ്പെട്ടതാണ്. വസ്ത്രത്തിനല്ല നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, ശരീരത്തിന്. ഒരു അപകടം പറ്റി നമ്മുടെ കയ്യോ കാലോ ഒടിയുന്നതിന് പകരം വസ്ത്രം കീറിപ്പോയിട്ടേ ഉള്ളെങ്കിൽ നമ്മൾ ഒരു അത്രയേ സംഭവിച്ചുള്ളല്ലോ, വേറെ വസ്ത്രം വാങ്ങിക്കാം. വസ്ത്രത്തേക്കാൾ ശരീരം പ്രധാനപ്പെട്ടതാണ്. മത്തായി 15:10 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തെക്കാൾ മനസ്സ് പ്രധാനപ്പെട്ടതാണ്. നിന്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്നത് അത് മനസ്സിൻ്റെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കും. അതാണ് ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 16:26 കൂടി എടുക്കുകയാണല്ലോ, ശരീരത്തെക്കാൾ മനസ്സിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ആത്മാവ്. നിന്റെ ആത്മാവ് നശിച്ചാൽ നീ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും എന്ത് കാര്യം? അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് വചനം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചിന്തയിൽ മാലിന്യം തങ്ങാം. അതറിയണേ, പ്രഭാഷകൻ 27:4 വചനം, അരിപ്പ. നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടാണെങ്കിലും വേണമെങ്കിൽ തേയിലയൊക്കെ ഇട്ടുണ്ടാക്കിയ ചായ ആണെങ്കിൽ അത് അരിച്ച് എടുക്കുമ്പോഴത്തേക്കും അരിപ്പയ്ക്കകത്ത് വിഷടെല്ലാം കിടക്കും. ഏതാണ്ട് ഇതുപോലെ മനസ്സിൽ മാലിന്യം തങ്ങിക്കിടക്കാം. ഇടയ്ക്കൊക്കെ ഒരു ക്ലീനിങ് നടത്തുന്നത് നല്ലതാണ്. നമ്മുടെ മനസ്സ് സുഖപ്പെടുത്തിയും വിശുദ്ധീകരിച്ചും എടുക്കുന്നത് നല്ലതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത. മനസ്സുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ചിന്ത, മറ്റൊന്ന് മനോഭാവം. അപ്പോൾ അവ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 37:16 കൂടി എടുത്താലോ, എല്ലാറ്റിൻ്റെയും ആരംഭം ചിന്തയാണ്. അപ്പോൾ നല്ലത് ചിന്തിക്കാൻ പറ്റുന്നവരുടെ അവസാനം ശുഭമായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 13:26 വായിച്ചാൽ, ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപപ്പെടുക. അപ്പം അങ്ങനെ എന്തെങ്കിലും നന്മ പുറത്തു വരണമെങ്കിൽ ആഴമേറിയ ചിന്ത അതിൻ്റെ ഉടമയായിട്ട് മാറണം. നമ്മുടെ മനസ്സിനെ വിലകെട്ടതാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എ ഹെൽത്തി മൈൻഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹെൽത്തി ബോഡി. ശരീരം എത്ര ആരോഗ്യമുള്ളതാണേലും
മനസ്സ് മലിനമായാൽ, മനസ്സിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതാണ് കൂടുതൽ ഗൗരവമുള്ള കാര്യം, നമുക്ക് കൂടുതൽ നാശം വിതയ്ക്കുന്ന കാര്യം. മനസ്സിനെ വിലകെട്ടതാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഓവർ തിങ്കിങ്, അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുക. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവെന്നോ പകലൊന്നോ ഇല്ല, ഫുൾ ടൈമിൽ നിന്ന് ചിന്തയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടാൻ പോകുന്നുണ്ടോ? നഷ്ടമേ വരാൻ പോകുന്നുള്ളൂ. ഓവർ തിങ്കിങ് ഒരിക്കലും നമുക്ക് നല്ലതല്ല. മറ്റൊന്ന്, അഹങ്കാര ചിന്ത. അത് നമ്മൾ 2 മക്കബായർ 5:21 വായിക്കുമ്പോൾ അന്ത്യോക്കസിൻ്റെ ആ ഒരു ചിന്ത അഹങ്കാര ചിന്തയാണ്. അഹങ്കാര ചിന്ത. ദാനിയേൽ 4-ാം അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ അഹങ്കാരപൂർവ്വം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. മറ്റൊന്നാണ് ജഡിക ചിന്ത. അത് നമ്മളെ വിലകെട്ടവരാക്കി മാറ്റും. ജഡിക ചിന്ത. അതാണ് റോമ 8:7 വചനം. ജഡിക മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ ശത്രുവിന് എന്ത് വിലയാണ് ഉള്ളത്? അതുകൊണ്ട് നമ്മളെ വിലകെട്ടവരാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് ജഡിക ചിന്ത. 2 പത്രോസ് 2-ാം അധ്യായം 14 വചനം. വ്യഭിചാരാസക്തി നിറഞ്ഞ് ഈ സഹജവാസനയാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ. ഒരു താരതമ്യപ്പെടുത്തിയിരിക്കുന്ന മൃഗങ്ങളോട്. നമ്മൾ മൃഗങ്ങളുടെ ലെവലിൽ ജീവിക്കേണ്ടവരല്ല, ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടവരാണ്. സ്വാർത്ഥ ചിന്ത, അതും നമ്മുടെ വില കളയുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 16:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ പറ്റുന്നവർക്കാണ് കർത്താവിൻ്റെ അനുയായികളായിട്ട് മാറാൻ പറ്റുക, അല്ലെങ്കിൽ ശിഷ്യത്വം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക. അതിന് സ്വയം മറക്കാൻ നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് മനസ്സിനെ വിലയുള്ളതാക്കുന്ന ചില കാര്യങ്ങൾ, നോബിൾ തിങ്കിങ്. എന്തൊക്കെയാണ് ആ ഗണത്തിൽപ്പെടുക? യെശയ്യാ 41:20. ദൈവിക ചിന്ത നമുക്ക് വില പകരുന്ന ഒരു കാര്യമാണ്. ദൈവികമായിട്ടുള്ള ചിന്ത, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ജോബ് 3-ാം അധ്യായം 2-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോബിൾ തിങ്കിങ്. അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചിന്തയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 107:43 വചനം, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മഹനീയമായ ഒരു ചിന്തയാണ്. നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിച്ച് ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമയായി മാറുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി കിടക്കുക. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.